ശബരിമല നട ഇന്ന് ഉറപ്പിച്ചു. കോവിഡ് പോസിറ്റീവ് നിരക്ക് കുറഞ്ഞു. എന്തോ അടി മറന്നല്ലേ? എന്താ മറന്നു? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നത്തെ ദിവസത്തിന് എന്തോ ഇത്ര പ്രത്യേകത? കഷ്ടമാണ് കേട്ടോ. ഇത് എന്തോ കാര്യം പറയുന്നു. അയ്യോടി, ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി. അയ്യോ, അത്രയും നാളായില്ലയോ? എടി അതെങ്കിലും ഒന്ന് ഓർത്ത് വെക്ക്. 12 അല്ല 11 വർഷം. 12 11 12 ഓ, 12 വർഷമല്ല 11 വർഷം. ഓഹോ, ഇത്രയും നാൾ നിങ്ങൾക്ക് എന്നെ മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് കല്യാണ ഡേറ്റും സംശയമായ? സംശയിക്കും. നിന്നെ എങ്ങനെ സംശയിക്കാതിരിക്കും? കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പം നീ അവനോടില്ല മൂലയ്ക്ക് ചൊള്ളുന്നു. എന്റെ തലവട്ടം കണ്ടതും അവൻ ഒരു ഒറ്റ ഓട്ടം. യവൻ അപ്പുറത്തെ വീട്ടിലെ ഉണ്ണി. അയ്യോ, അപ്പുറത്തെ വീട്ടിലെ ഉണ്ണിക്കുട്ടൻ ഒരു ചെറിയ ചെക്കനല്ലേ? അയ്യോ, ഉണ്ണിക്കുട്ടന്റെ പ്രായം എത്രയാണെന്നറിയോ? 30. അവനോടി ഉണ്ണിക്കുട്ടൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഉണ്ണിക്കുട്ടനെയും എന്നെയും ചേർത്ത് നിങ്ങൾ ഇങ്ങനെ ഓരോന്നെ വ്യാഖ്യാനിക്കരുത്. ഞാൻ വ്യാഖ്യാനിക്കും. എന്നിട്ട് നീ മാറിയിരുന്ന് നോക്കാനിക്കുന്നത് ഞാൻ തന്നെ കാണേണ്ടി വരും. അതുകൊണ്ടാണ് നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ ഇങ്ങനെ വൃത്തികെട്ട സംസാരിക്കരുത് കേട്ടാ. എന്നെ കൊണ്ട് ഇങ്ങനെ സംശയാലുവാക്കുന്നത് നീയല്ലേ? നിന്റെ ഓരോ പ്രവൃത്തികളല്ലേ? എല്ലാം പോട്ടെ, ഞാൻ എല്ലാം ക്ഷമിക്കാൻ തരാണ്. ഇന്ന് നിന്റെ 12ാമത് ഡൈവിംഗ് ആനിവേഴ്സറി ആണ്. ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. എന്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞത് പോട്ടെ, ഇനി വല്ലവരുടെ മുമ്പിൽ പോയി പറയരുത്. എന്താ കുഴപ്പം? ഡൈവിംഗ് അല്ല, വെഡിങ് ആനിവേഴ്സറി. അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നീ എന്റെ ജീവിതത്തിലേക്ക് മതിൽ ചാടി വന്ന ദിവസം, ഡൈവ് ചെയ്ത് വന്ന ദിവസം, അതാണ് ഞാൻ പറഞ്ഞത്. ഡൈവിംഗ് ആനിവേഴ്സറി. അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഇത്ര നാളായിട്ടും ചെയ്തിട്ടില്ലല്ലോ. എന്തോ നീ ചെയ്തില്ല? റേഷൻ കാർഡിൽ നിന്ന് എന്റെ പേര് മാറ്റിയാ ഇതുവരെ? എന്തിനു പേര് മാറ്റണം? സതി എന്നുള്ളടത്ത് ചതി എന്നല്ലേ ഇപ്പോഴും കിടക്കുന്നത്? എങ്ങനെയാണ്? സതി എന്നുള്ളടത്ത് ചതി എന്നല്ലേ ഇപ്പോഴും കിടക്കുന്നത്? ഞാൻ എന്തിനാ അത് മാറ്റുന്നത്? നീ എന്നോട് കാണിച്ചു കൂട്ടുന്നതും അത് തന്നെയല്ലേ? പിന്നെ ഞാൻ എന്തിനാ പേര് മാറ്റണം? ചതി, അത് മതി. പോട്ടെ, ഇനി നമ്മൾ ഓരോന്നെ പറഞ്ഞ് വഴക്കടിക്കല്ലേ. ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറട്ടെ. എന്ത് കാര്യം? നല്ലൊരു ദിവസമായിട്ട്. പിന്നെ ആ ജംഗ്ഷനിലെ സതീശൻ ചേട്ടന്റെ കടയില്ലേ? സതീശൻ? ഏത് സതീശൻ? നമ്മുടെ ബേക്കറി നടത്തുന്ന സതീശൻ ചേട്ടൻ. ബേക്കറി നടത്തുന്ന സതീശൻ. അവിടെ പോയിട്ട് ഒരു കേക്ക് മേടിക്കണം. പിന്നെ അതിന്റെ അപ്പുറത്ത് മുരളി ചേട്ടന്റെ കടയുണ്ട്, ചിക്കൻ കട. അവിടെ പോയിട്ട് ഒരു ചിക്കൻ മേടിച്ചിട്ട് എന്റെ പൊന്നു മോൻ ഓടിവാ. യുവന്മാരുടെ വാട്സാപ്പ് നമ്പർ ഉണ്ടോടി നിന്റെ കയ്യില്? ഉണ്ട്. നിങ്ങൾ പോവണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ചിക്കൻ ഈ വീട്ടിലെത്തും. നിങ്ങൾ പോവണ്ട. സംശയരോഗം തന്നെ നിക്കട്ടെ. ചിക്കൻ ആര് കൊണ്ട് തരുവടി? മുരളിച്ചേട്ടൻ കൊണ്ട് തരും. മുരളി ഇങ്ങോട്ട് വരണ്ട, ഞാൻ പോയി മേടിച്ചോളാം. മുരളിയെ ചിക്കൻ ഇങ്ങോട്ട് വരുത്തിക്കാൻ നിൽക്കുന്നു. അതെന്തെങ്കിലും ആവട്ടെ. 12 വർഷമായില്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്? അതല്ലേ നീ കുറെ നേരം കൊണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നു. നമുക്ക് കുഞ്ഞുങ്ങളില്ലെന്നല്ലേ ഉള്ളു, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ ഇത്തിരി സംശയരോഗമുണ്ട്, വേറൊന്നുമില്ലല്ലോ. വെറുതെ ഇങ്ങനെ മുഖവും കടന്നൽ കുത്തിയ പോലെ ഇരിക്കല്ലേ. വാ. പിന്നെ പോയിട്ട് മേടിച്ചിട്ട് വാ കേട്ടാ. ഞാൻ പോയി മേടിച്ചിട്ട് അപ്പോഴത്തേക്ക് ഞാനൊരു പടം വെള്ളം എടുത്തിട്ട് വരാം. ഓക്കെ, ശരി. സൂക്ഷിച്ചു പോണേ.